സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്ന ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരിയാണ് പഴശ്ശിരാജ. നർമ്മദ താപ്തി നദികൾക്കിടയിലുള്ള പർവ്വതനിര ഏതാണ്? നർമ്മദ താപ്തി നദികൾക്കിടയിലുള്ള പർവ്വതനിര സത്പുരയാണ്. നർമ്മദ താപ്തി നദികൾക്കിടയിലുള്ള പർവ്വതനിര പർവ്വതനിരകൾ. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്. ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? നഗോഡകൾ എവിടത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. കേരളത്തിലെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. കേരളത്തിലെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പാറശാല. കായംകുളം താപവൈദ്യുത നിലയത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? കായംകുളം താപവൈദ്യുത നിലയത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. കായംകുളം താപവൈദ്യുത നിലയത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? രാജീവ് ഗാന്ധി. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87 ആണ്. 87. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. ഏത് സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. കുതിരാൻ തുരങ്കപാതയുടെ വീതി എത്രയാണ്? കുതിരാൻ തുരങ്കപാതയുടെ വീതി 14 മീറ്റർ ആണ് കുതിരാൻ തുരങ്കപാതയുടെ വീതി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഇന്ത്യയിൽ വാട്സാപ്പിൽ ബാങ്കിംഗ് സർവീസ് ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ വാട്സാപ്പിൽ ബാങ്കിംഗ് സർവീസ് ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് ഓഫ് ബറോഡ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്താണ് കുളത്തുപുഴ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്. ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശിലാണ് ചൈൽഡ് ബജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. കേരളത്തിലെ ആദ്യ നൈറ്റ് ക്ലബ് നിലവിൽ വന്ന ജില്ല കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ക്ലബ് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ബാബയാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് സഹായം നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദുക്കുഷ് പർവ്വതനിര.
മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 16ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? നോവലിന്റെ പേര് നിശബ്ദ സഞ്ചാരങ്ങൾ. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 16ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയത് ബെന്യാമിൻ ആണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കോട്ടയം. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ശുക്രൻ. മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. 36.9 ഡിഗ്രി സെൽഷ്യസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആര്? ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിൻ. ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്. ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കേശവദേവാണ്. ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് ആരാണ്? കേശവദേവ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത്. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏതൻസ് ആണ്. ഏതൻസ് ആണ് പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത്. ഏതൻസ്. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലിവിഷൻ ചാനൽ. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലിവിഷൻ ചാനലാണ് വിക്ടേഴ്സ്. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ്. കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം ഏത് ജില്ലയിലാണ്? കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. റൈറ്റ് സഹോദരന്മാർ ആദ്യമായി പറപ്പിച്ച വിമാനത്തിന്റെ പേര്. റൈറ്റ് സഹോദരന്മാർ ആദ്യമായി പറപ്പിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ. വിമാനത്തിന്റെ പേര് ഫ്ലയർ. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. പേര് ഓസിലോസ്കോപ്പ്. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം ത്രിപുരയാണ്. നീർമഹൽ ജല ഉത്സവം നടക്കുന്നത് ത്രിപുരയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്? വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സെക്രട്ടറിയാണ്. സെക്രട്ടറി. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്ന വാതകം. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ. ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു. ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തുവാണ് ഫോസ്റ്റീൻ. ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു ഏതാണ്? ഫോസ്റ്റീൻ. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗമാണ് മിതവാദികൾ. മിതവാദികളാണ് രാഷ്ട്രീയ യാചകർ എന്ന് അറിയപ്പെട്ടത്. ലോക മഴക്കാട് ദിനം എന്നാണ്? ലോക മഴക്കാട് ദിനം ജൂൺ 22. ലോക മഴക്കാട് ദിനം ജൂൺ 22. അന്താരാഷ്ട്ര വിധവാ ദിനം ജൂൺ 23. അന്താരാഷ്ട്ര വിധവാ ദിനം ജൂൺ 23. കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികൾ. കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികളാണ്
സീലിയറി പേശികൾ. കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികളാണ് സീലിയറി പേശികൾ. ശരീരത്തിലെ ഏറ്റവും വേഗം കൂടിയ പേശിയായ ഓർബിക്കുലാരിസ് ഒക്കുലി കാണപ്പെടുന്നത് എവിടെയാണ്? ശരീരത്തിലെ ഏറ്റവും വേഗം കൂടിയ പേശി ഏതാണ്? ഓർബിക്കുലാരിസ് ഒക്കുലിയാണ്. ഓർബിക്കുലാരിസ് ഒക്കുലി കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ണിലാണ്, കണ്ണ്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥിക്കൂടത്തിന്റെ ഭാഗം. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥിക്കൂടത്തിന്റെ ഭാഗമാണ് അക്ഷാസ്ഥിക്കൂടം. അക്ഷാസ്ഥിക്കൂടം. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധി. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി കാണപ്പെടുന്നത് കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലാണ്. ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാജ് റെഡ്ഡിയാണ്. രാജ് റെഡ്ഡി. ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാജ് റെഡ്ഡിയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 23 ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂൺ 23. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത് എന്നാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത് 1894 ജൂൺ 23 1894 ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 23. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.